ടെക് ലോകത്തെ വാർത്തകൾ. മിസൈൽ പ്രതിരോധ രംഗത്ത് നേട്ടം കൈവരിച്ച ഇന്ത്യ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ 2ാം ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ 2ാം ഘട്ട പരീക്ഷണങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. ജൂൺ 10-11 തീയതികളിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് പരീക്ഷണങ്ങൾ നടത്തിയത്. അന്തരീക്ഷത്തിനുള്ളിലും പുറത്തും വെച്ച് ശത്രു മിസൈലുകളെ തടയാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ പരീക്ഷണത്തിൽ പ്രയോഗിച്ചത്. പരീക്ഷണത്തിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവയുടെ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തു. അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് മിസൈലുകളെ തകർക്കുന്ന പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു 1ാം ഘട്ടം. AD-1, AD-2 എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിന് പുറത്തുവെച്ച് മിസൈലുകളെ തകർക്കുന്നതാണ് 2ാം ഘട്ടം. ഹൈപ്പർസോണിക് ആയുധങ്ങളെയും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആണവ മുനകൾ തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളെയും നേരിടാനായി 3ാം ഘട്ടത്തിന് DRDO തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിനായി AD-AH, AD-AM എന്നീ പുതിയ മിസൈലുകൾ വികസിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രീമിയം ഹാച്ച്ബാക്ക് വിഭാഗത്തിൽ വീണ്ടും തരംഗമാകാനൊരുങ്ങായി ഹുണ്ടായി i20. ബ്രസീലിലെ ആഗോള അരങ്ങേറ്റത്തിന് മുന്നോടിയായി 4ാം തലമുറ i20യുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി. സ്പോർട്ടി ഡിസൈനും അത്യാധുനിക സാങ്കേതിക വിദ്യകളും കൂടുതൽ പ്രീമിയം ഫീച്ചറുകളുമായാണ് പുതിയ മോഡലിൻ്റെ വരവ്. ഹുണ്ടായി i20യുടെ 4ാം തലമുറ മോഡലിൻ്റെ ഔദ്യോഗിക ചിത്രങ്ങളാണ് കമ്പനി പുറത്തുവിട്ടത്. നിലവിലെ മോഡലിനേക്കാൾ കൂടുതൽ പ്രീമിയം ലുക്കും സ്പോർട്ടി ഡിസൈനുമാണ് പുതിയ i20യുടെ പ്രധാന പ്രത്യേകത. മുൻവശത്ത് കണക്റ്റഡ് LED ലൈറ്റ് ബാർ, വൈ ഷേപ്പിലുള്ള DRLകൾ, പുതിയ ഡ്യുവൽ പോഡ് ഹെഡ്ലൈറ്റുകൾ എന്നിവ നൽകിയിട്ടുണ്ട്. ഹണികോം ഗ്രില്ലും ADAS റഡാർ സെൻസറും ശ്രദ്ധേയമാണ്. വശങ്ങളിൽ 17 ഇഞ്ച് ഡ്യുവൽ ഡോൺ അലോയ് വീലുകളും ബ്ലാക്ക് ക്ലാഡിങ്ങും കാറിന് ക്രോസ് ഓവർ ശൈലിയിലുള്ള ഭംഗി നൽകുന്നു. പിന്നിൽ C ഷേപ്പിലുള്ള LED ടെയിൽ ലൈറ്റുകളും കണക്റ്റഡ് ലൈറ്റ് ബാറും സ്പോർട്ടി ബമ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറും വലിയ മാറ്റങ്ങളുണ്ട്. 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവ് ഡിസ്പ്ലേയും വലിയ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനും ഉൾപ്പെടുന്ന കർവ്ഡ് പാനൽ, പുതിയ സ്റ്റിയറിംഗ് വീൽ, ടച്ച് അധിഷ്ഠിത AC കൺട്രോളുകൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. കൂടാതെ 346 ലിറ്റർ ബൂട്ട് സ്പേസും പുതിയ മോഡലിലുണ്ട്. നിലവിലെ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകൾ തുടരുമെന്നാണ് സൂചന. ഇന്ത്യൻ വിപണിയിലെ ലോഞ്ച് സംബന്ധിച്ച് ഹുണ്ടായി ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വമ്പൻ ബാറ്ററിയും അതിവേഗ പ്രകടനവും മുൻനിർത്തി OnePlus പുതിയ ടർബോ 6X സീരീസ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചു. ടർബോ 6X, ടർബോ 6X Pro മോഡലുകളാണ് ചൈനീസ് വിപണിയിലെത്തിയത്. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ OnePlus പുതിയ ടർബോ 6X, ടർബോ 6X Pro മോഡലുകൾ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ടർബോ 6Xൽ 6.72 ഇഞ്ച് ഫുൾ HD+ LCD ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും 1000 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസും ഫോണിനുണ്ട്. അതേസമയം ടർബോ 6X പ്രോയിൽ 1.5K റെസൊല്യൂഷനുള്ള 6.78 ഇഞ്ച് സാംസങ് AMOLED ഡിസ്പ്ലേയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6500 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസും ഇതിന്റെ പ്രത്യേകതയാണ്. പ്രകടനത്തിനായി ടർബോ 6Xന് MediaTek Dimensity 7360 സൂപ്പർ ചിപ്സെറ്റും പ്രോ മോഡലിന് കൂടുതൽ ശക്തമായ Dimensity 7400 സൂപ്പർ പ്രോസസ്സറുമാണ് നൽകിയിരിക്കുന്നത്. ക്യാമറ വിഭാഗത്തിൽ പ്രോ മോഡലിന് OIS പിന്തുണയുള്ള 50 മെഗാപിക്സൽ പ്രധാന ക്യാമറയും അൾട്രാ വൈഡ് ലെൻസും ലഭ്യമാണ്. എന്നാൽ സീരീസിന്റെ പ്രധാന ആകർഷണം ബാറ്ററിയാണ്. ടർബോ 6Xൽ 7000 mAh ബാറ്ററിയും ടർബോ 6X പ്രോയിൽ 8000 mAh ബാറ്ററിയും നൽകിയിട്ടുണ്ട്. യഥാക്രമം 45 വാട്ട്, 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ലഭിക്കും. ജൂൺ 15 മുതൽ ചൈനയിൽ വിൽപ്പന ആരംഭിക്കുന്ന ഫോണുകളുടെ പ്രാരംഭ വില 1899 യുവാൻ മുതൽ ആരംഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.